പുതിയ ചാപ്റ്ററാണ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. സോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താണ് ഇക്കോസിസ്റ്റം, സോ ഇക്കോസിസ്റ്റത്തിലെ കമ്പോണൻറ്റുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യണേ എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ ഇക്കോസിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇക്കോസിസ്റ്റം സർവീസുകൾ. സോ അതിൽ നിന്ന് തന്നെയാണ് ഈ ചാപ്റ്റർ തന്നെ. എന്തുകൊണ്ട് ഇക്കോസിസ്റ്റത്തിലുള്ള ആ സർവീസുകളെ അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ നമ്മൾ എന്തുകൊണ്ട് കൺസേർവ് ചെയ്യണം, അതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. സോ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ പറയുമ്പോൾ ഒരു അന്യഗ്രഹത്തിൽ നിന്ന് ഒരു ഏലിയൻസ് നമ്മുടെ ഗാലക്സി എർത്ത് എന്ന് പറഞ്ഞ നമ്മുടെ ആ പ്ലാനറ്റിലേക്ക് ഒരു വേറെ ഗ്രഹത്തിൽ നിന്ന് ഒരു ഏലിയൻസ്, ഒരു അന്യഗ്രഹ ജീവി വരികയാണെങ്കിൽ അവരെ ഏറ്റവും ആദ്യം ഒരുപാട് വിസ്മയിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഒട്ടും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിൽ കാണുന്ന ഇത്രയ്ക്കും എനോമസ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ്, അത്രയ്ക്കും വെറൈറ്റി ഓഫ് അല്ലെങ്കിൽ ഡൈവേഴ്സ് കൈൻഡ് ഓഫ് ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ അത്രയും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലൈഫിനെ സപ്പോർട്ട് നമ്മുടെ എർത്ത് ചെയ്യുന്നുണ്ട്. സോ അതായിരിക്കും ഒരു ഏലിയൻസിനെ സംബന്ധിച്ച് ഏറ്റവും അധികം വിസ്മയിപ്പിക്കുന്നതും അവർക്ക് ഒട്ടും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു കാര്യം. ഇനി നമ്മൾ മനുഷ്യന്മാരെ, സാധാരണ മനുഷ്യന്മാരെ തന്നെ എടുക്കുമ്പോൾ, സോ ഹ്യൂമൻസിന് പോലും എന്താണ് ഈ പറഞ്ഞ റിച്ച് ഓർഗാനിസം, നമ്മുടെ ഈ ഭൂമിയിൽ കാണുന്ന, നമ്മൾക്ക് പോലും നമ്മുടെ ഈ ഭൂമിയിൽ കാണുന്ന റിച്ച് വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം, അത് ഇപ്പോഴും നമ്മൾക്ക് അതിനോട് ഇവിടെ ഇപ്പോൾ കാണുകൊണ്ട് നിൽക്കുന്ന ഇത്രയും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓർഗാനിസത്തിനെ കുറിച്ചുള്ള ആ ഒരു അത്ഭുതവും ആകർഷണവും ഇപ്പോഴും നമുക്ക് അത് നിർത്താൻ പറ്റിയിട്ടില്ല. നമ്മുടെ ആ പരിധിക്കും നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്ത് അത്രയ്ക്കും എന്താ പറയുക ഡൈവേഴ്സ് കൈൻഡ് ഓഫ് ഓർഗാനിസം, നമ്മളെ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള ഡൈവേഴ്സിറ്റിയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഡൈവേഴ്സിറ്റിയും നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. അത്രയും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസം ഈ പ്ലാനറ്റിൽ അവർ തമ്മിൽ ഷെയർ ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ ഭൂമുഖത്ത് എത്രത്തോളം ഓർഗാനിസംസ് ഉണ്ട് എന്ന് പറയുന്നത്. സോ റിച്ച് വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. അതിൽ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുകയാണെങ്കിൽ വളരെയധികം ഡിഫിക്കൽട്ടാണ് എന്ത് വിശ്വസിക്കാൻ. മോർ ദാൻ 20,000 ഓഫ് സ്പീഷീസ് ഓഫ് ആൻഡിൻ്റെ 20,000 സ്പീഷീസിനെ അതിനേക്കാളും കൂടുതൽ, മോർ ദാൻ, സോ 20,000 സ്പീഷീസിന് അതിനേക്കാളും കൂടുതൽ ആൻഡ്സ് ഈ ഭൂമുഖത്തുണ്ട് എന്ന് പറയുന്നത് വളരെ അധികം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ 3 lakh സ്പീഷീസ് ഓഫ് ബീറ്റിൽസ് ഉണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 28,000 ഓഫ് സ്പീഷീസ് ഓഫ് ഫിഷസ്, അതുപോലെ 20,000 സ്പീഷീസ് ഓഫ് ഓർക്കിഡുകൾ. ഇതുപോലെ ഓരോ ഓർഗാനിസം അല്ലെങ്കിൽ ഓരോ സ്പീഷീസുകളും ഇത്രമാത്രം ഉണ്ട് എന്ന് പറയുന്നത് ഒരു സാധാരണ കോമൺ മാനിനെ പോലും വളരെയധികം ഡിഫിക്കൽട്ടാണ് അത് വിശ്വസിക്കാൻ, ഇത്രമാത്രം ഉണ്ടോ എന്ന് പറയാനായിട്ട്. സോ അത്രമാത്രം ഉണ്ട്. 20,000 ഓഫ് സ്പീഷീസ് ഓഫ് ആൻഡ്സ് ഉണ്ട്, അതുപോലെ 3 lakh സ്പീഷീസ് ഓഫ് ബീറ്റിൽസ് ഉണ്ട്, 28,000 സ്പീഷീസ് ഓഫ് ഫിഷസ് ഉണ്ട്, 20,000 സ്പീഷീസ് ഓഫ് ഓർക്കിഡ്സുകളുണ്ട്. സോ ഇക്കോളജിസ്റ്റ് അതുപോലെ തന്നെ ഇവല്യൂഷണറി ബയോളജിസ്റ്റ്, ഇക്കോളജിസ്റ്റും ഇവല്യൂഷണറി ബയോളജിസ്റ്റും അവർ എന്താണ് ഇതുപോലത്തെ ആ ഡൈവേഴ്സിറ്റി, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്ന് അവർ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കീപ്പ് ഓൺ ട്രൈയിങ് ടു അണ്ടർസ്റ്റാൻഡ് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഡൈവേഴ്സിറ്റി ഇവിടെ ഉള്ളത്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഇക്കോളജിസ്റ്റും ഇവല്യൂഷണറി ബയോളജിസ്റ്റും കണ്ടിന്യൂസ് ആയിട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരത് അന്വേഷിക്കുന്നത് ഒരുപാട് ചോദ്യങ്ങളിലൂടെയാണ്. ഒന്ന്, എന്തുകൊണ്ടാണ് ഇത്രയധികം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്പീഷീസ് ഈ ഭൂമുഖത്ത് കാണപ്പെടുന്നത്. രണ്ടാമത്തത്, ഇപ്പോൾ ഈ കാണപ്പെടുന്ന ഈ ഡൈവേഴ്സിറ്റികളൊക്കെ തന്നെ, ഡൈവേഴ്സ് കൈൻഡ് ഓഫ് ഓർഗാനിസം ഒക്കെ തന്നെ നമ്മുടെ ഈ ഭൂമിയുടെ ഹിസ്റ്ററി, എർത്തിൻ്റെ ഹിസ്റ്ററിയിൽ അങ്ങനെ തന്നെ ത്രൂ ഔട്ട് എക്സിസ്റ്റ് ആയിട്ട് നിൽക്കുമോ ഇല്ലയോ. മൂന്നാമത്തത്, എവിടെ നിന്നാണ് ഇത്രമാത്രം ഡൈവേഴ്സിറ്റി വന്നത്. നാലാമത്തത്, എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഡൈവേഴ്സിറ്റി ഇത്രമാത്രം
ബയോസ്ഫിയറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയത്. അതുപോലെ തന്നെ ഇത്രമാത്രം ഡൈവേഴ്സിറ്റി ഇല്ലായിരുന്നെങ്കിൽ ഇത് ഫങ്ഷൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരിക്കുമോ? ഇത്രയ്ക്ക് ഡൈവേഴ്സിറ്റി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ഡൈവേഴ്സിറ്റി ഇതിനേക്കാൾ കുറവായിരുന്നെങ്കിൽ ഇതുപോലെ തന്നെയാണോ ഫങ്ഷൻ ചെയ്യുക, അതോ ഇത് വേറെ തരത്തിൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടായിരിക്കുമോ ഫങ്ഷൻ ചെയ്യുക? അതുപോലെ തന്നെ ഈ ഡൈവേഴ്സിറ്റി എങ്ങനെയാണ് ഹ്യൂമൻ ബീയിങ്സിന് ബെനിഫിറ്റഡ് ആവുന്നത്? എന്ത് ഇമ്പോർട്ടൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രാധാന്യമാണ്, അല്ലെങ്കിൽ ആ ഒരു ഗുണമാണ് ഹ്യൂമൻ ബീയിങ്സിന് ഈ ബയോഡൈവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നത്? ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങളിലൂടെ നമ്മുടെ ഇക്കോളജിസ്റ്റും ഇവല്യൂഷണറി ബയോളജിസ്റ്റും ഈ ഡൈവേഴ്സിറ്റിയുടെ പ്രാധാന്യം അറിയാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സോ നമ്മുടെ ബയോസ്ഫിയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അത്രയും ഇമ്മൻസ് വെറൈറ്റി ഓഫ് ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റും. അത് ഏതൊക്കെ ലെവലിലാണ്? സോ ബയോഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത് നോട്ട് ഓൺലി അറ്റ് സ്പീഷീസ് ലെവൽ, ഒരു സ്പീഷീസിൻ്റെ ലെവലിൽ മാത്രമല്ല നമുക്ക് ബയോഡൈവേഴ്സിറ്റി കാണാൻ സാധിക്കുന്നത്, എല്ലാ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷനിലും നമുക്ക് ഈ പറഞ്ഞ ബയോഡൈവേഴ്സിറ്റീനെ കാണാൻ സാധിക്കും. അതെവിടെ നിന്നാണ്? ഫ്രം മാക്രോമോളിക്യൂൾസ് വിത്തിൻ സെൽസ് ടു ബയോംസ്. സോ ബയോഡൈവേഴ്സിറ്റീനെ നമുക്ക് സ്പീഷീസിൻ്റെ ലെവലിൽ മാത്രമല്ല, എല്ലാ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവലുകളിലും നമുക്ക് ബയോഡൈവേഴ്സിറ്റി കാണാം. ഫോർ എക്സാമ്പിൾ മാക്രോമോളിക്യൂൾസ് തൊട്ട് വിത്തിൻ ദ സെൽസ് ടു ബയോം വരെ എല്ലാ ലെവലിലും നമുക്ക് ഈ ബയോഡൈവേഴ്സിറ്റി കാണാൻ പറ്റും. സോ ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഒരു വേർഡ് പോപ്പുലറൈസ് ചെയ്തത് ഒരു സോഷ്യോ ബയോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് എഡ്വേർഡ് വിൽസൺ. സോ എഡ്വേർഡ് വിൽസൺ എന്ന് പറഞ്ഞ സോഷ്യോ ബയോളജിസ്റ്റാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ടേം പോപ്പുലറൈസ് ചെയ്ത് ഇത്രത്തോളം പ്രശസ്തമാക്കിയത്. ആൻഡ് അത് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ ടു ഡിസ്ക്രൈബ് കമ്പൈൻഡ് ഡൈവേഴ്സിറ്റി അറ്റ് ഓൾ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ. ബയോളജിക്കൽ ഓർഗനൈസേഷനിലുള്ള എല്ലാ തരത്തിലുള്ള ഡൈവേഴ്സിറ്റീനെയും ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഡ്വേർഡ് വിൽസൺ എന്ന് പറഞ്ഞ സോഷ്യോ ബയോളജിസ്റ്റ് ഈ ബയോഡൈവേഴ്സിറ്റീനെ പോപ്പുലറൈസ് ചെയ്ത്. സോ അതിൽ ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് നമുക്ക് നോക്കാം.